ചാണ്ടി ഉമ്മനെ മുന്നിൽ നിർത്തി കളിക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തലയാണോ എന്ന അഭ്യൂഹം ചിലയിടങ്ങളിൽ പരക്കുന്നുണ്ട്, കോൺഗ്രസിനകത്ത് തന്നെ. അതുപോലെ തന്നെ കെ മുരളീധരൻ ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുന്നവരും കുറവല്ല. കാരണം ചാണ്ടി ഉമ്മൻ ലോക സർവ്വമത സമ്മേളനം കഴിഞ്ഞ് വത്തിക്കാനിൽ നിന്ന് തിരിച്ചെത്തിയ ഉടനെ തന്നെ പറഞ്ഞതാണ്, കോൺഗ്രസ് നേതൃത്വം ഏകപക്ഷീയമായി പെരുമാറുന്നു. കഴിഞ്ഞ ദിവസം വന്ന വാർത്തകളാണ്, നമ്മളും വാർത്ത കൊടുത്തിരുന്നു, നിങ്ങൾ കണ്ടിരിക്കാം. ഏകപക്ഷീയമായാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്, എന്നാൽ KPCC അധ്യക്ഷനെ അതിൽ പെടുത്തേണ്ടതില്ല എന്ന് പറയുമ്പോൾ കൃത്യമാണ്. ആക്രമണം ചെന്നുകൊള്ളുന്നത് VD സതീശൻ്റെ നെഞ്ചത്താണ്. അതായത് കുത്തി കയറ്റുന്നത് VD സതീശൻ്റെ നെഞ്ചത്തേക്ക് തന്നെയാണെന്ന് തെളിയിക്കാൻ വേണ്ടി പറയുകയാണ്. ഏകപക്ഷീയമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. 1 വയനാട്, 2 ചേലക്കര, 3 പാലക്കാട്. ഈ 3 മണ്ഡലങ്ങളിലെ 40 പഞ്ചായത്തുകളിലും ഒരു പഞ്ചായത്തിൻ്റെ ചുമതല പോലും തന്നെ ഏൽപ്പിച്ചില്ല. പോരാത്തതിന് തെരഞ്ഞെടുപ്പ് യോഗം ചേരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന തന്നെ ഇറക്കി വിടുകയും ചെയ്തു. പൊക്കോളാൻ പറഞ്ഞു, ഇതിനകത്ത് ഇരിക്കേണ്ട ആവശ്യമില്ല പറഞ്ഞു. അത് ഏറ്റവും അപമാനകരമായി തോന്നുന്നു തന്നെ ആ യോഗത്തിൽ നിന്ന് ഇറക്കി വിട്ടതെന്ന് ചാണ്ടി ഉമ്മൻ വിലപിക്കുകയാണ്. അതുമാത്രമല്ല, അദ്ദേഹം പറയുന്നു, വയനാട് 12 ദിവസം ക്യാമ്പ് ചെയ്ത് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രവർത്തിച്ചു. പാലക്കാടും പ്രചരണത്തിന് പോയി, ഒരു ദിവസമാണെങ്കിൽ 1 ദിവസം പ്രചരണത്തിന് പോയി. രാഹുൽ മാങ്കൂട്ടത്തിലും പറയുന്നു, ചാണ്ടി ഉമ്മൻ വന്നത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്, അദ്ദേഹം വന്നത് ഗുണകരമായെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും പറയുന്നുണ്ട്. എന്നാൽ VD സതീശന് ഈ മക്കൾ രാഷ്ട്രീയത്തിൽ, അതായത് മക്കളോട് അത്ര ഇഷ്ടമല്ല. KS ശബരിനാഥനായാലും ചാണ്ടി ഉമ്മനായാലും ഇനിയിപ്പോൾ K മുരളീധരനാണെങ്കിൽ പോലും ഇവരെയൊക്കെ അങ്ങോട്ട് അകറ്റി നിർത്തുക, എന്നിട്ട് ഞാനാണെല്ലാം ചെയ്തത്, എനിക്കാണെല്ലാം വേണ്ടത് എന്ന തരത്തിൽ മുന്നോട്ട് പോവുക. ഇത് വരുന്നത് പാർട്ടിയുടെ പുനഃസംഘടന ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. മല്ലികാർജ്ജുൻ ഖാർഗെക്ക് കലി കയറി കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ ചെയ്ത പോലെ എല്ലാ ഘടകങ്ങളും പിരിച്ചുവിടും. കേരളത്തിലും അതിന് അദ്ദേഹം മടിക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ തമ്മിലടി മൂത്ത് കഴിഞ്ഞാൽ മല്ലികാർജ്ജുൻ ഖാർഗെ കേരളത്തിലും ഇടപെടാൻ സാധ്യതയുണ്ട്. ദീപാദാസ് മുൻഷിയൊക്കെ പറഞ്ഞു, K സുധാകരൻ മാറണം കേട്ടോ, നിങ്ങൾക്ക് ആരോഗ്യമൊന്നുമില്ല, നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ നയിക്കാനുള്ള ആർജവുമില്ല എന്ന് പറഞ്ഞ് മാറാൻ പറഞ്ഞു. അപ്പോൾ പോയി പണി നോക്കാൻ പറഞ്ഞു. K സുധാകരൻ പറഞ്ഞു, അങ്ങ് വെള്ളം വാങ്ങി വെച്ചിരുന്നാൽ മതി, ഈ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ നയിക്കാമെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ തന്നെ നയിച്ചു കൊള്ളാം. ആദ്യം DCC പുനഃസംഘടന നടത്തൂ, പിന്നെ ഒഴിവുള്ള 2 ജനറൽ സെക്രട്ടറിമാരെ നിയമിക്കൂ, അതിലൊന്ന് സന്ദീപ് വാര്യർ ആയിരിക്കട്ടെ. ഇതൊക്കെയാണ് K സുധാകരൻ്റെ വാദം. അപ്പോൾ നിലവിൽ 2 ജനറൽ സെക്രട്ടറി പദവിയും 1 ട്രഷറി പദവി മാത്രമാണ് KPCCയിൽ ഒഴിവുള്ളത്. ആ ഒഴിവുകൾ ഫില്ല് ചെയ്യും. പിന്നെ DCC പ്രസിഡന്റുമാരെയും മറ്റ് നേതാക്കളെ, മണ്ഡലം ബൂത്ത് പ്രസിഡന്റ്, മണ്ഡലം, അവരെയൊക്കെ പുനഃസംഘടിപ്പിക്കും. ഇങ്ങോട്ട് കയറി കളിക്കേണ്ടതില്ലെന്നാണ് സുധാകരൻ്റെ പക്ഷം. എന്നാൽ VD സതീശൻ ഇതെല്ലാം അറിയാം. ഇതിനൊക്കെ ചരട് വലിക്കുന്നത് VD സതീശനാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ VD സതീശൻ കൃത്യമായ അകലം പാലിക്കും. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അദ്ദേഹം ചെയ്യുന്ന എന്താണ്, ഈ ചർച്ചകളിലൊന്നും ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന തരത്തിൽ അദ്ദേഹം മാറി നിൽക്കും. എന്നിട്ട് കളി കണ്ട് പുറത്തിരുന്നിട്ട് ഗോൾ അടിച്ചു കഴിയുമ്പോൾ അത് എൻ്റെ കഴിവാണ്, എൻ്റെ മിടുക്കാണെന്ന് പറഞ്ഞ് മുന്നേ വരികയും ചെയ്യും. അപ്പോൾ VD സതീശൻ്റെ ഈ പോക്ക് മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടാണെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം. രമേശ് ചെന്നിത്തലയെ 2021 ഒതുക്കി മൂലക്കിരുത്തിയത് VD സതീശനാണ്. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തല തന്നെ തുടർന്നേനെ. അപ്പോൾ രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തി, മുതിർന്ന നേതാവായ ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കി, അങ്ങനെ പലരെയും തഴഞ്ഞും ഒഴിവാക്കിയും മൂലക്കിരുത്തിയും ഒക്കെയാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവായത്. അതിന് KC വേണുഗോപാലിൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ KC വേണുഗോപാൽ പറയുന്ന മറ്റൊരു കാര്യം, K സുധാകരനെ മാറ്റുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസരണം, അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി ഇഷ്ടത്തോടു കൂടി മാറ്റണം, അല്ലാതെ പെട്ടെന്ന് മാറാൻ പറയുകയല്ല വേണ്ടതെന്നാണ് AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിൻ്റെ അഭിപ്രായം. പിന്നെ മതപരമായ സമവായം വേണം, ജാതിപരമായ സമവായം വേണം, ഗ്രൂപ്പ് പരമായ സമവായം വേണം എന്നൊക്കെയും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏതായാലും ഇക്കുറി സർവ്വമത സമ്മേളനം കണ്ട് കഴിഞ്ഞു വന്ന ചാണ്ടി ഉമ്മനെ മുന്നിൽ നിർത്തി ഈ ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിച്ചേ തീരൂ, ഇതിൻ്റെ പിന്നാലെ ഞങ്ങൾ നിങ്ങളെ പിന്തുണച്ചു വരും എന്ന് പറഞ്ഞതുപോലെയാണ് രമേശ് ചെന്നിത്തല ഉടനെ തന്നെ പിന്തുണച്ചു. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഇത് ശ്രദ്ധയിൽപ്പെടുത്തും, ഇത് ചോദിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു, എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ മകനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദുഃഖകരമാണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ദുഃഖമാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞു. MLA ആയതിനു ശേഷം ചാണ്ടി ഉമ്മനോട് അകലം പാലിക്കുന്നതിൽ ഈ മറ്റ് ആളുകൾ, അതായത് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ രമേശ് ചെന്നിത്തലയോ K മുരളീധരനോ അല്ലാത്ത മറ്റാളുകളൊക്കെ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കുക, തഴയുക. പിന്നെ പുതുനിരയിലെ നേതാക്കളായ ഷാഫി പറമ്പിൽ തുടങ്ങിയ ആളുകളോട് ഈ ചാണ്ടി ഉമ്മൻ അത്ര മമതയില്ല. ചാണ്ടി ഉമ്മൻ അങ്ങനെ അവരുടെ ഗ്രൂപ്പിലോട്ടല്ല പോകുന്നത്. അവിടെയാണെങ്കിൽ ചെന്നിത്തലയും തരൂരും അവിടെ ഉണ്ട് താനും. പുതുനിര നേതാക്കൾക്കൊപ്പം രമേശ് ചെന്നിത്തലയും തരൂരുമുണ്ട്. അവരാണ് ചാണ്ടി ഉമ്മനെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ പുതുനിര നേതാക്കളുടെ കൂടെ ചാണ്ടി ഉമ്മൻ ചേർന്ന് ഈ വലിയൊരു മുന്നേറ്റം പാർട്ടിക്കുള്ളിൽ നടത്തിക്കാം എന്ന ആഗ്രഹവും, അല്ലെങ്കിൽ ചാണ്ടി ഉമ്മനെ മുൻനിർത്തി അങ്ങനെ ഒരു പുതുനിര നേതാക്കൾക്കിടയിലും ഒരു ശ്രമം, ഒരു മേലധികാര ശ്രമം അല്ലെങ്കിൽ മേൽക്കൈ നേടാൻ ചെന്നിത്തലയ്ക്ക് ആകണമെങ്കിൽ ചാണ്ടി ഉമ്മനെ മുന്നേ നിർത്തണം. അതുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ ഒരു ഷീൽഡാണ് രമേശ് ചെന്നിത്തലയ്ക്ക് VD സതീശനെ കടന്നാക്രമിക്കാൻ വേണ്ടി മാത്രമെങ്കിലും.